ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ടൊരു ലാമ്പ് ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പെറുക്കി നമുക്ക് ഇതുപോലെ കുറേ ഐഡിയാസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുറച്ച് എംസാൻഡൊക്കെ എടുത്ത് നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. 2 ചട്ടി എംസാൻഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് ബേബി മെറ്റൽസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പിടി മാത്രമാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് സിമെൻ്റ് എല്ലാം അതിലേക്ക് യോജിപ്പിച്ച് നല്ലതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട്. ലാമ്പ് ലൈറ്റുകളൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് സിറ്റ് ഔട്ടിലൊക്കെ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. എംസാൻഡിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ റെഡിയാക്കിയെടുക്കാം. മുറ്റത്ത് നിറച്ച് മണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കവറൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ബക്കറ്റിൻ്റെ മേലെ കിട്ടുന്ന ആ ഒരു ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അതിനെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലാണ് ഈ ഒരു സിമെൻറ്റിൻ്റെ മിശ്രിതം നിറച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അരിപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അരിപ്പേനെ നല്ലപോലെ കവറൊക്കെ ചുറ്റി അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിറയെ നമുക്ക് ഇതുപോലെ സിമെൻറ്റിനെ ഒന്ന് നിറച്ച് കൊടുക്കാം. 4 ദിവസം നല്ലതുപോലെ ഉണക്കിയതിന് ശേഷമാണ് അത് എടുക്കുന്നത്. മുകളിൽ വെച്ചിരുന്ന ആ ഒരു അരിപ്പ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അവസാനം ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് സിമെൻറ്റ് തേച്ച് മിനുസപ്പെടുത്തിയെടുക്കാം കേട്ടോ. കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. 3 ദിവസം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പുട്ടിയൊക്കെ ഇട്ട് ഒന്ന് നെയ്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ബിർള വൈറ്റിൻ്റെ പുട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ അതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഈ റൗണ്ട് കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ട് ആയിരുന്നില്ല കേട്ടോ ഈ മുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലിങ്ങനെ തേച്ച് പിടിപ്പിച്ച് റൗണ്ട് ആക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. എന്നാൽ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. 2 ദിവസം ഉണക്കാനായിട്ട് വെച്ചതിന് ശേഷം 150ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ ലാമ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു തകിടിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു തകിടിൻ്റെ പൈപ്പിൻ്റെ അടിയിലായിട്ട് ഒരു തുള ഇട്ട് കൊടുക്കണം കേട്ടോ. തകിടിൻ്റെ പൈപ്പില്ലെങ്കിൽ PVC പൈപ്പായിരുന്നാലും മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു തുള ഇട്ട് കൊടുക്കാം. ഒരു വയറ് കയറി പോകുന്ന രീതിയിലുള്ള അത്രയും വലിപ്പം മാത്രമേ നമുക്ക് ഈ ഒരു തുളയ്ക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് തുള ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു വയറിനെ ഇട്ട് മുകളിലേക്ക് വരുന്ന പോലെ ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വയർ. അതിനുശേഷം ഇതുപോലൊരു ഡബ്ബയാണ് എടുക്കുന്നത്. മിഠായിയുടെയൊക്കെ ആ ഒരു ഡബ്ബ ഉണ്ടല്ലോ, അതാണിത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു തുള കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു വയർ കൊള്ളുന്ന ആ ഒരു രീതിയിൽ ഒരു ചെറിയൊരു തുളയൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വയറിനെ അതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്ത് അതിലേക്ക് യോജിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി അതിൽ ചെയ്യാനായിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡ്ബോർഡിൽ ഇതുപോലത്തെ കുറച്ച് ഡിസൈനുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പറിനെ നല്ലതുപോലെ ചുരുട്ടിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ടോ പശ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു അടപ്പിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഈ പെറ്റൽസുകളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. മൊത്തം 7 പെറ്റൽസുകളാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഈ അടപ്പിനെ കൂടി അതിലേക്ക് വെച്ച് സെറ്റാക്കി കൊടുക്കുക. അതിന് ഞാൻ ഇതുപോലെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റിക്കായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പൈപ്പിനെ കൂടി നല്ലതുപോലെ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെറ്റൽസിനെ കൂടി അതിലേക്ക് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നേരത്തെ മുകളിൽ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. മൊത്തം 8 പെറ്റൽസുകളാണ് വയ്ക്കുന്നത്. ഇനി നമുക്കിതിനെ മൊത്തത്തിൽ കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ലൈറ്റ് ലാമ്പുകളൊക്കെ കണ്ടിട്ടില്ലേ, എപ്പോഴും ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റ് ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുക. മാറ്റ് ടൈപ്പിലുള്ള ബ്ലാക്ക് കളറാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിലും അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തമായിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ മാക്സിമം ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പിലും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 കട്ടിംഗ് പേപ്പർ കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിംഗ് പേപ്പറിനെ ബ്ലാക്ക് കളർ ഫ്രണ്ടും ബാക്കും വരുന്ന രീതിയിൽ വൃത്തിയായിട്ട് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അതിനുശേഷം അതിൽ ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ അടപ്പിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ ബോട്ടിലുണ്ടല്ലോ, ആ ഒരു ബോട്ടിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു കട്ടിംഗ് പേപ്പറിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഞാൻ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് തന്നെ ഉരുകി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ അതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലും ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 4 എണ്ണമാണ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. കൂട്ടുകാർക്കും അതുപോലെ തന്നെ ക്രാഫ്റ്റിന് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലത്തെ ഐഡിയാസ് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടും നമുക്ക് വ്യൂസ് നല്ല കുറവാണ് കിട്ടാറ്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകളാണ് സംഭവിക്കുന്നതെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പറയാവുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാവുന്നതാണ് കേട്ടോ. ആ ഒരു ബോട്ടിലിൻ്റെ അടിവശത്തായിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലത്തെ ഒരു ലൈറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റിനെ കൂടി അതിലേക്കൊന്ന് ഉറപ്പിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് സേഫ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് ഇൻസുലേഷൻ ടൈപ്പൊക്കെ അതിലേക്ക് ചുറ്റി നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിനെ കൂടി നമുക്ക് അതിലേക്ക് ഒന്ന് ഉറപ്പിച്ച് നിർത്തണം. അതിനായിട്ട് ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഞാനിത് സിറ്റ് ഔട്ടിലാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ടത്. ഈ ഒരു ലാമ്പ് ഇരിക്കുന്ന ഭാഗത്തുള്ള സ്വിച്ച് ബോർഡ് കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ റൂമിൽ നിന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കറണ്ട് എടുക്കുന്നത്. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫൈനലായിട്ട് ഇതുപോലെ നമുക്കൊന്ന് കറക്കി കൊടുക്കുന്ന സമയത്ത് നല്ല ഫിറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ ആണ്. മുഴുവനായിട്ടും വേസ്റ്റ് മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് സിമെൻറ്റൊക്കെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത ദിവസം കാണാം.